ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ബ്ലൂടൂത്ത് വയർ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഒരു SMD ബ്ലൂടൂത്ത് ബോർഡാണ്. ഇത് 5 വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഏതാണ്ട് മാർക്കറ്റിൽ കിട്ടും, ഒരു 30 രൂപ വിലയേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നല്ല ക്ലാരിറ്റിയുള്ള നല്ല ഡീസൻറ്റ് സൗണ്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ SMD ബോർഡ് ഓൾറെഡി സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കാണാം LR അതിന് നടുക്കും കാണാം ഒരു അടയാളം. അപ്പം നടുക്ക് കാണുന്ന ഗ്രൗണ്ട്, മറ്റേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പം അതിനകത്ത് നമുക്ക് ഇതിനിപ്പോൾ ഒരു സ്പീക്കർ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് ലെഫ്റ്റും റൈറ്റും കൂടെ നമ്മളിത് റെസിസ്റ്റൻസ് വെച്ചിട്ട് 47K റെസിസ്റ്റൻസാണ്. അത് വെച്ചിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിൽ നിന്ന് വരുന്ന വയർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലെഫ്റ്റും റൈറ്റും കൂടെ മോണോ ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. നമ്മളൊരു 5 വോൾട്ട് റെഗുലേറ്റിംഗ് AC കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വെച്ച് നോക്കണം. റെഗുലേറ്റിംഗ് AC ബോർഡ് ബ്ലൂടൂത്ത് ബോർഡിലോട്ട് കൊടുത്തിട്ട് അത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു LED ബൾബ് എടുക്കുന്നുണ്ട്. നമുക്ക് പവർ ഓഫ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ LED ബൾബ്. നമുക്ക് സോൾഡർ ചെയ്ത് തുടങ്ങാം. നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ 5 വോൾട്ട് ഒരു മൊബൈൽ ചാർജറിൽ നിന്ന് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മൊബൈൽ ചാർജറിൽ നിന്ന് വരുന്ന ലൈൻ നമ്മളൊരു കപ്പാസിറ്ററിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ കപ്പാസിറ്ററിൽ നിന്ന് വരുന്നതാണ് കപ്പാസിറ്ററിലുണ്ട് 5 വോൾട്ട് മൊബൈൽ ചാർജറിൻ്റെ കൊടുത്തിരുന്നത്. ഒരു ഡയോഡും കൂടെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സൂക്ഷിച്ചാക്കി കാണാം. പച്ച വയറാണ് നമ്മുടെ, പച്ചയും മഞ്ഞയാണ് നമ്മൾ മൊബൈൽ ചാർജറിൽ നിന്ന് എടുക്കുന്നത്. ആ ഡയോഡിൽ കൂടെയാണ് നമ്മൾ കപ്പാസിറ്ററിൽ കൊടുത്തിരുന്നത്. അതെന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ചാർജറിൻ്റെ ലൈന് അങ്ങോട്ടേക്കാണ് തിരിച്ചു കൊടുത്താലും ഈ ബോർഡൊന്നും അടിച്ചു പോയിരിക്കുകയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലേറ്റിംഗ് AC ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ആ 5 വോൾട്ട് കണക്ഷൻ, റെഗുലേറ്റിംഗ് ACയുടെ നടുക്കത്തെ ലെഗ് നമ്മൾ നമ്മുടെ മൊബൈൽ ചാർജറിൽ നിന്ന് വരുന്നതിൻ്റെ നെഗറ്റീവുമായിട്ടും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ആ ഓറഞ്ച് ലൈൻ പോയേക്കുന്ന റെഗുലേറ്റിംഗ് AC നിന്ന് പോയേക്കുന്നത് മൊബൈൽ ചാർജറിൽ നിന്ന് വരുന്ന ആ ലൈനിൻ്റെ പോസിറ്റീവിലിട്ടു. ഇനി ഒരു നീലയും കൂടെ റെഗുലേറ്റിംഗ് AC നിന്ന് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ 5 വോൾട്ട് നമ്മുടെ ബോർഡിൽ കൊടുക്കാറുള്ളത്. റെഗുലേറ്റിംഗ് AC വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. റെഗുലേറ്റിംഗ് AC കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കും. അതിനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മൊബൈൽ ചാർജർ ഓൾറെഡി 5 വോൾട്ടിൻ്റെ ആയിരിക്കും ആൻഡ്രോയിഡ് ചാർജർ മിക്കതും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് നോക്കിയിട്ടേ കൊടുക്കാവും. ഇനി നമ്മളൊരു ബോക്സ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ബോക്സ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡ് ഇറങ്ങിയിരിക്കത്തക്കോണം ഒരു ഹോൾ ഇടുക ബ്ലേഡ് വെച്ച്. ഇത് അടപ്പാണ് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. നല്ല ക്ലാരിറ്റി ഉള്ളൊരു പ്ലെയറാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നൊരു സർക്യൂട്ടാണ്. നമ്മൾ ആ ബോക്സ് എടുത്തതിൻ്റെ ബാക്ക് സൈഡിലാണ് സ്പീക്കർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്പീക്കറൊക്കെ വെച്ച് നോക്കുവാണ് സൈസും ഒക്കെ. സോൾഡർ ചെയ്യാൻ വെച്ച് നമ്മളവിടെ ആ സ്പീക്കർ വരുന്നിടത്ത് നമ്മുടെ സൗണ്ട് വെളിയിലോട്ട് വരുന്നതോടെ ഒരു കുറച്ച് ചിട്ടകളിടണം. സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് വെളിയിലോട്ട് നല്ലത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ കിഴുത്തകളെല്ലാം ഇട്ടു ഇതുപോലെ. ഇനി നമുക്ക് സ്പീക്കറും ബോർഡും എല്ലാം ഇത് സെറ്റ് ചെയ്യണം. പിന്നെ വോളിയം കൺട്രോളൊക്കെ വെക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഒരു വോളിയം കൺട്രോൾ കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വോളിയം കൺട്രോൾ കൊടുക്കാൻ വേണ്ടി പ്ലെയറിൻ്റെ ഹോൾട്ടേക്കിന് താഴെയായിട്ടൊരു റൗണ്ട് ഹോളും കൂടി ഇടണം.
വോളിയം കൺട്രോളും നമ്മുടെ പ്ലെയറിൻ്റെ ഫ്രണ്ട് വശം മാത്രമേ ഉള്ളൂ ഫ്രണ്ട് തടപ്പേ വരുന്നത്. അപ്പം ആ ഹോളിലിട്ട് അവിടുത്തെ പ്ലാസ്റ്റിക് കുറച്ച് നമ്മളത് ബ്ലേഡും വെച്ച് ചെത്തിക്കളയുവാണ്. നമ്മൾ വോളിയം കൺട്രോൾ വെച്ച് നട്ട് ബോൾട്ട് ഇട്ട് അത് മുറുക്കി. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ബ്ലൂടൂത്ത് പ്ലെയർ നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് സെറ്റ് ചെയ്യുവാണ്. നമ്മുടെ ബ്ലൂടൂത്ത് പ്ലെയറിലോട്ടുള്ള 5 വോൾട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കണം. അതിനോട്ട് ഇപ്പോൾ ഞാൻ വയറെടുത്ത് നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാൻ തന്നെ നമ്മൾ അതിൻ്റെ അടയാളപ്പെടുത്തുന്നത് നോക്കി വേണം കൊടുക്കാൻ. ഇനി നമ്മുടെ ബ്ലൂടൂത്ത് പ്ലെയറിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട് അത് നമ്മൾ പിന്നുകളുണ്ട്. ആ പിന്ന് ഔട്ട് ജസ്റ്റ് കുത്തിയാൽ മതി. അത് നമ്മുടെ പിന്നിൻ്റെ വയറെല്ലാം നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നിൻ്റെ വയർ നേരെ നമ്മുടെ വോളിയം കൺട്രോളിലോട്ടും വോളിയം കൺട്രോളിൽ നിന്ന് നമ്മുടെ SMD സൗണ്ട് ബോർഡിലോട്ടുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ വോളിയം കൺട്രോളും ഈ റെഗുലേറ്റിംഗ് AC വേണമെന്നില്ല, അത് നമുക്ക് അല്ലാതെയും കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടുമാണ് 3 വയറാണ് വരുന്നത്. അപ്പം അത് ലെഫ്റ്റും റൈറ്റും കൊണ്ട് നമ്മൾ 2 റെസിസ്റ്റൻസ് വെച്ച് മോണോ ആക്കി കൺട്രോളിലോട്ട് കൊടുത്തു. കൺട്രോളിൽ നിന്ന് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലോട്ടും കൊടുത്തു. പിന്നെ അടുത്ത ഗ്രൗണ്ട് കോമൺ ആയിട്ട് പോകുന്നു. അതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഡയഗ്രാം നോക്കി ഞാൻ കൊടുത്താൽ മതി. ഗ്ലൂ ഗൺ വെച്ച് അതൊന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ മഞ്ഞ വയർ ഒരെണ്ണം FM-ൻ്റെ ആൻറ്റിനയുടെ വയറാണ്. നമ്മൾ ബ്ലൂടൂത്ത് ബോർഡ് നമ്മുടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആൻറ്റിന എന്ന് എഴുതിയേക്കുന്നതൊന്ന് ഒരു സോൾവ് ചെയ്ത ലൈന് വെളിയിലോട്ട് ജസ്റ്റ് ഇട്ടാൽ മതി. അതുകൊണ്ട് പിന്നീട് പുറത്ത് നമ്മൾ ആൻറ്റിനയൊക്കെ സെറ്റ് ചെയ്യുന്നത്. എല്ലാം ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്കിൽ
നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ സ്പീക്കറെല്ലാം ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഫെവിക്വിക്കോ എന്തുവേണം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. FM-ൻ്റെ പേര് നമ്മൾ ഒരു കെട്ടിട്ടിട്ട് വെളിയിട്ടിട്ടുണ്ട്. അതിന് പിന്നെ വെളിയിൽ നമുക്ക് ആദ്യം സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ബോക്സ് എല്ലാം ഒന്ന് അടച്ച് നോക്കാം. നമ്മൾ LED കൂടെ ഈ ലൈൻ വരുന്നത് കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ഓഫ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതകത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി, ഷോർട്ട് ആവാത്ത രീതിയിൽ. LED വെട്ടം ഓണാകുമ്പം ഇതിനകത്തെല്ലാം ലൈറ്റ് വരും. ഇത് ഗ്ലാസ് പോലത്തെ ബോക്സ് ആയതുകൊണ്ട്. നമ്മുടെ ബോർഡും കൂടെ ഒന്ന് ഗ്ലൂ ഗൺ ചെയ്ത് ഒട്ടിച്ച് വെക്കാം. റിലേറ്റിംഗ് ശീലം നന്നായിട്ട് ഷോർട്ടിങ് ആവാത്ത രീതിയിൽ ഒട്ടിച്ച് വെക്കണം.
അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്നൊന്ന് സീറ്റിംഗ് ആയോ എന്ന് നമുക്ക് ഒന്നൊന്ന് പരിശോധിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൂടൂത്ത് പ്ലെയർ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നത്. റെഗുലേറ്റിംഗ് നമുക്ക് മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമ്മുടെ ബ്ലൂടൂത്ത് പ്ലെയറിൻ്റെ എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഗ്ലൂ ഗൺ വെച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ SMD ആംപ്ലിഫയർ ബോർഡ്, അതുപോലെ തന്നെ ഇതാണ് പവർ കൊടുക്കുന്ന വയറ്. പിന്നെ ഈ പച്ച നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ അറ്റത്തെ പിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പച്ചയിലാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്, മഞ്ഞ നെഗറ്റീവും കൊടുക്കും. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. നമ്മളിപ്പം ഒരു മൊബൈൽ ചാർജറാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഓണാക്കി നോക്കാം. പിന്നെ സൗണ്ട് ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിനായി തൊട്ടടുത്ത് നടക്കാൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക.